എന്റെ പ്രിയപ്പെട്ടവനെ, ഓഗസ്റ്റ് 16 ഞായറാഴ്ച നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷവാർത്തയുമായാണ് എത്തിയിരിക്കുന്നത്. ഇന്ന് സന്തോഷത്തിന്റെ വലിയൊരു മഴ നിന്റെ വാതിലിൽ മുട്ടുകയാണ്. ഇത് ഏതെങ്കിലും സാധാരണ കാലാവസ്ഥയല്ല, പ്രപഞ്ചമയച്ച അനുഗ്രഹങ്ങളുടെ മഴയാണ്. നിന്റെ കഷ്ടപ്പാടുകളുടെയും ബുദ്ധിമുട്ടുകളുടെയും വരണ്ട കാലഘട്ടം ഇനി അവസാനിക്കാൻ പോകുന്നു. നിന്റെ വിധിയുടെ മണ്ണ് നനയാൻ പോകുന്നു. ഈ മഴയുടെ ഓരോ തുള്ളിയും നിനക്കായി പുതിയൊരു ശുഭവാർത്തയുടെ സന്ദേശമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്റെ കുട്ടി, ഇന്ന് നിന്റെ മുന്നിൽ ഈ സന്ദേശം വന്നത് ഒരു യാദൃച്ഛികതയല്ല. നിന്റെ കണ്ണുകൾ ഈ വാക്കുകളിൽ തങ്ങി നിൽക്കുന്നതൊരു ആകസ്മികതയല്ല. നിന്റെ ഓരോ വേദനയും അറിയുന്ന, നിന്റെ ഓരോ പ്രയാസകരമായ ദിവസങ്ങളും എണ്ണിതീർത്ത ആ ദിവ്യശക്തിയുടെ സൂചനയാണിത്. നിന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ സന്തോഷമഴ നിന്റെ അങ്കണത്തിൽ പെയ്യാൻ പോകുന്നു. കാർമേഘങ്ങൾ വന്നു മൂടുമ്പോൾ കാറ്റിലൊരു പ്രത്യേക മധുരം കലരുന്നത് നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതുപോലെ നിന്റെ ജീവിതത്തിൽ വലിയൊരു സന്തോഷം വരുന്നതിനു മുൻപ് നിന്റെ ഉള്ളിൽ ഒരു അപരിചിതമായ സമാധാനം അനുഭവപ്പെടുന്നുണ്ട്. സന്തോഷത്തിന്റെ മഴ ഇപ്പോൾ വളരെ ദൂരെയല്ല എന്നതിന്റെ തെളിവാണ് ഈ സമാധാനം. അത് നിന്റെ കാത്തിരിപ്പിന്റെ ചൂടും കഠിനാധ്വാനത്തിന്റെ പ്രയാസങ്ങളും തണുപ്പിക്കാൻ പോകുന്നു. എത്രയോ ദിവസങ്ങൾ നീ വരൾച്ച കണ്ടു, മഴയില്ലാതെ എത്രയോ കാലങ്ങൾ കടന്നുപോയി. എന്റെ വിഹിതമായ സന്തോഷമെന്ന് വരും, എന്റെ മണ്ണ് എന്ന് പച്ചപിടിക്കുമെന്ന് നീ ആകാശത്തേക്ക് നോക്കി ആലോചിച്ചിട്ടുണ്ട്. ആ ചോദ്യത്തിനുള്ള ഉത്തരവുമായാണ് ഈ ദിവസം എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ആകാശം തുറന്നു, മേഘങ്ങൾ പെയ്തു തുടങ്ങി, ആദ്യ തുള്ളികൾ നിന്റെ മേൽ വീണുകഴിഞ്ഞു. ഇത് നിന്റെ വിധിയുടെയും നിന്റെ കർമ്മങ്ങളുടെയും നിന്റെ പ്രാർത്ഥനകളുടെയും മഴയാണ്. പ്രയാസകരമായ സമയങ്ങളിൽ പോലും നീ പ്രതീക്ഷ കൈവിടാതിരുന്നപ്പോൾ, ഒറ്റപ്പെടലിലും പ്രപഞ്ചത്തിൽ വിശ്വാസമർപ്പിച്ചപ്പോൾ, തളർന്നുപോകാതെ വീണ്ടും എഴുന്നേൽക്കാൻ പഠിച്ചപ്പോൾ, പ്രപഞ്ചം നിന്റെ ഓരോ കണ്ണീർത്തുള്ളിയെയും ആകാശത്ത് മേഘങ്ങളാക്കി മാറ്റി. ഇന്ന് അതേ കണ്ണീർത്തുള്ളികൾ സന്തോഷത്തിന്റെ മഴയായി നിന്റെ പൂമുഖത്ത് പെയ്യുകയാണ്. മഴയുടെ ശബ്ദം ഇത്ര സമാധാനം തരുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കാരണം മഴയുടെ ഓരോ തുള്ളിയും ഒരു പ്രാർത്ഥനയാണ്, അനുഗ്രഹമാണ്, ദൈവം നിന്നെ മറന്നിട്ടില്ല എന്നതിന്റെ സൂചനയാണ്. പ്രപഞ്ചം തന്നെ നിന്റെ വാതിൽക്കൽ വന്ന് നീ ഇനി കാത്തിരിക്കേണ്ടതില്ല എന്ന് പറയുകയാണ്. നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവിന്റെ പ്രഖ്യാപനമാണിത്. ഇനി ഒന്നും നടക്കില്ല എന്ന് നീ കരുതിയ ദിവസങ്ങളിൽ പ്രപഞ്ചം നിനക്കായി മേഘങ്ങളെ ശേഖരിക്കുകയായിരുന്നു. നീ കരഞ്ഞ് പ്രാർത്ഥിച്ച രാത്രികളിൽ നിന്റെ കണ്ണീരിനെ ദൈവം ചേർത്തുവെക്കുകയായിരുന്നു. നിനക്കിത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടാകില്ല. കാരണം വളരെ നീണ്ട കാലമായി നീ കഷ്ടപ്പാടും പ്രയാസങ്ങളും മാത്രമാണ് കണ്ടത്. എന്നാൽ ഇപ്പോൾ കണ്ണുകൾ അടച്ചനുഭവിക്കൂ. കാറ്റിൽ ഈർപ്പമുണ്ട്, മണ്ണിന്റെ സുഗന്ധമുണ്ട്, മേഘങ്ങളുടെ ഗർജനമുണ്ട്. ഇതെല്ലാം നിന്റെ സന്തോഷങ്ങൾ അടുത്തെത്തി എന്നതിന്റെ വിളംബരമാണ്. മഴ വരുമ്പോൾ ആദ്യം ഏറ്റവും വരണ്ട മണ്ണാണ് നനയുന്നത്. നിന്റെ ജീവിതത്തിലും ഇതുതന്നെ സംഭവിക്കും. നിന്റെ ജീവിതത്തിൽ ഏതൊരു ഭാഗമാണോ ഏറ്റവും കൂടുതൽ വേദനിച്ചതും ഒറ്റപ്പെട്ടതും, അവിടെയാണ് ആദ്യത്തെ അനുഗ്രഹത്തുള്ളി വീഴുന്നത്. എവിടെയാണോ നീ ഏറ്റവും കൂടുതൽ വേദന സഹിച്ചത്, അവിടെ നിന്ന് തന്നെ നിന്റെ സന്തോഷങ്ങൾ ആരംഭിക്കും. നിന്റെ സന്തോഷത്തുള്ളികൾ ഇവിടെയെത്താൻ വളരെ ദീർഘമായ യാത്ര ചെയ്തിട്ടുണ്ട്. നീ ഒരിക്കലും ഉപേക്ഷിക്കാത്ത, ഹാമനിശബ്ദമായി നീ പ്രാർത്ഥിച്ച, നിന്റെ ഉറക്കം കളഞ്ഞ് ആഗ്രഹിച്ച സന്തോഷങ്ങളാണ് ഇപ്പോൾ നിന്റെ വാതിലിൽ എത്തിയിരിക്കുന്നത്. ഈ സന്തോഷങ്ങൾ ഇനി നിന്റെ ജീവിതത്തിൽ എന്നേക്കുമായി തങ്ങി നിൽക്കാൻ വന്നതാണ്. അത് നിന്റെ ആത്മാവിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും നിന്റെ എല്ലാ ക്ഷീണവും ഭയവും നിരാശയും കഴുകിക്കളയുകയും ചെയ്യും. ഞായറാഴ്ച സൂര്യന്റെ ദിവസമാണ്. ഇന്ന് സൂര്യനും മഴയും ഒരുപോലെ നിന്റെ പക്ഷത്തുണ്ട്. സൂര്യൻ നിനക്ക് പുതിയ വെളിച്ചവും മഴ നിനക്ക് പുതിയ കുളിർമയും നൽകും. നിന്റെ ജീവിതത്തിൽ തടസ്സപ്പെട്ടു കിടന്ന എല്ലാ കാര്യങ്ങളും ഇനി മഴവെള്ളം പോലെ ഒഴുകി നടക്കും. അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടും, ഉണങ്ങിപ്പോയ സ്വപ്നങ്ങൾ വീണ്ടും പച്ചപിടിക്കും. എന്റെ ജീവിതത്തിലും സന്തോഷം പെയ്തിരുന്നെങ്കിൽ, എന്റെ മുഖത്തെ വിഷമം മാറിയിരുന്നെങ്കിൽ എന്ന് നീ മുൻപ് ആഗ്രഹിച്ചിട്ടുണ്ട്. ആ ആഗ്രഹം ഇന്ന് യാഥാർത്ഥ്യമാകാൻ പോകുന്നു. ഇനി നീ പഴയ ഭൂതകാലത്തിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടതില്ല. മുള്ളുകൾ നിറഞ്ഞ പഴയ ഓർമ്മകളിൽ അലയേണ്ടതില്ല. നിന്റെ വഴി ഇനി മഴവില്ല് തെളിയുന്ന മനോഹരമായ പൂന്തോട്ടത്തിലേക്കാണ്. മഴ വരുമ്പോൾ ഇലകളിലെ പൊടിയും വഴികളിലെ ചെളിയുമെല്ലാം കഴുകി വൃത്തിയാകുന്നതുപോലെ ഈ സന്തോഷമഴ നിന്റെ മനസ്സിലെ വർഷങ്ങളായുള്ള ആശങ്കകളും ഹൃദയത്തിലെ മുറിവുകളും ആത്മാവിന്റെ ഭാരവും കഴുകിക്കളയും.
നാളെ നീ ഉണരുമ്പോൾ നീ വളരെ ലഘുവായതായി നിനക്ക് തോന്നും. നിന്റെ കണ്ണുകളിൽ പുതിയൊരു തിളക്കവും മുഖത്ത് പുതിയൊരു പ്രകാശവും സംസാരത്തിൽ വലിയൊരു ആത്മവിശ്വാസവും ആളുകൾ കാണും. അവർ അതിൽ അത്ഭുതപ്പെടും. നിന്റെ ജീവിതത്തിൽ പ്രപഞ്ചം തന്ന സന്തോഷത്തിന്റെ ഫലമാണിത്. നിന്റെ രാത്രികാല പ്രാർത്ഥനകളാണ് ഈ അനുഗ്രഹമഴയെ എത്തിച്ചത്. നീ വിതച്ചത് ഇനി മുളച്ചു പൊന്താൻ പോകുന്നു. നിന്നെ വഞ്ചിച്ചവർ, നിന്നെ ഒറ്റപ്പെടുത്തിയവർ, നിന്നെ പരിഹസിച്ചവർ എല്ലാം നിന്റെ ജീവിതത്തിലെ ഈ മാറ്റം കണ്ട് അത്ഭുതപ്പെടും. എന്നാൽ നീ അവരെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല. കാരണം നിന്റെ ജീവിതത്തിൽ വെറുപ്പിനും പ്രതികാരത്തിനും ഇനി സ്ഥാനമില്ലാത്തത്ര സന്തോഷം നിറഞ്ഞുകഴിഞ്ഞു. മഴ പെയ്യുമ്പോൾ കർഷകർ സന്തോഷിക്കാറുണ്ട്. കാരണം വിളവ് നന്നായി ലഭിക്കുമെന്നും കഠിനാധ്വാനം ഫലം കാണുമെന്നും അവർക്കറിയാം. നീയും ഒരു കർഷകനെപ്പോലെയാണ്. നിന്റെ ജീവിതത്തിൽ നീ സ്വപ്നങ്ങളുടെ വിത്ത് പാകി പ്രതീക്ഷയോടെ കാത്തിരുന്നു. ഇപ്പോൾ വിളവെടുപ്പിന്റെ സമയമായിരിക്കുന്നു. നിന്റെ കഠിനാധ്വാനം ഇനി ഒരിക്കലും പാഴാകില്ല. വരുന്ന ദിവസങ്ങളിൽ നിന്റെ ജീവിതത്തിൽ ചെറിയ അത്ഭുതങ്ങൾ നീ കാണും. അപ്രതീക്ഷിതമായി നല്ല വാർത്തകൾ കേൾക്കും. പഴയ സുഹൃത്തുക്കൾ ഓർക്കും. തടസ്സപ്പെട്ട വഴികൾ തുറക്കപ്പെടും. ഭയമോ ആശങ്കയോ തോന്നുമ്പോൾ സന്തോഷത്തിന്റെ മഴ നിന്റെ വാതിലിൽ എത്തിക്കഴിഞ്ഞു എന്നോർക്കുക. അത് നിനക്ക് പുതിയ ധൈര്യവും ആത്മവിശ്വാസവും നൽകും. ഈ സന്തോഷം നിനക്ക് മാത്രമല്ല, നിന്റെ കുടുംബത്തിനും മാതാപിതാക്കൾക്കും കുട്ടികൾക്കും പ്രിയപ്പെട്ടവർക്കുമുള്ളതാണ്. അവർക്കും ഇത് വലിയ ആശ്വാസം നൽകും. ആകാശം നിനക്കായി എല്ലാ വാതിലുകളും തുറന്നിരിക്കുന്നു. നിന്റെ സമൃദ്ധിക്കും ആരോഗ്യത്തിനുമുള്ള 7 വർണ്ണങ്ങൾ ചേർന്ന മഴവില്ല് നിന്റെ ജീവിതത്തിൽ തെളിയും. പ്രേമം, സമൃദ്ധി, ആരോഗ്യം, ആദരവ്, സമാധാനം, വിജയം, ആത്മവിശ്വാസം എന്നിവയാണത്. ഇനി നിന്റെ ജീവിതത്തിൽ ഒരു കുറവും ഉണ്ടാകില്ല. മഴത്തുള്ളികൾ മേൽക്കൂരയിൽ വീഴുമ്പോൾ തരുന്ന സമാധാനം പോലെ നിന്റെ ഉള്ളിൽ വലിയൊരു ശാന്തത വരും. നീ ആഗ്രഹിച്ച ജോലിയും നീ സ്വപ്നം കണ്ട വീടും സ്നേഹവുമെല്ലാം നിന്നെ തേടിയെത്തും. നീ കരഞ്ഞ രാത്രികൾക്ക് പകരം പ്രപഞ്ചം നൽകുന്ന സമ്മാനമാണിത്. നിന്റെ മുഖത്തെ ക്ഷീണം മാറി പുഞ്ചിരി തിരിച്ചുവരും. ആത്മവിശ്വാസത്തോടെ നീ ഇനി ലക്ഷ്യത്തിലേക്കോടും. നിന്റെ കുട്ടിക്കാലത്തെ നിഷ്കളങ്കമായ സന്തോഷവും ചിരിയും പ്രപഞ്ചം നിനക്ക് തിരികെ നൽകുകയാണ്. നെഗറ്റീവ് ചിന്തകളെയും മോശം കണ്ണുകളെയും ഈ മഴ കഴുകിക്കളയും. ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞ മുറികളിൽ ഇനി ചിരിയുടെ ശബ്ദം കേൾക്കും. നിന്റെ വില മനസ്സിലാക്കുന്ന നല്ല മനുഷ്യർ നിന്റെ ജീവിതത്തിലേക്ക് വരും. നീ ചെയ്ത നിശബ്ദമായ നന്മകളുടെയും പ്രാർത്ഥനകളുടെയും ഫലമാണ് നിനക്ക് തിരികെ ലഭിക്കുന്നത്. ഇനി പരാതികളോ കുറവുകളോ ഇല്ലാതെ പൂർണ്ണമായ സന്തോഷത്തോടെ നീ ജീവിക്കുക. പ്രപഞ്ചം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. മുന്നോട്ടു പോവുക. തിളങ്ങുന്ന പുതിയ വഴി നിന്നെയോർത്ത് കാത്തിരിക്കുന്നു. പ്രപഞ്ചം നിനക്കായി സന്തോഷത്തിന്റെ എല്ലാ വാതിലുകളും തുറന്നു തന്നിരിക്കുന്നു.